ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സലാഡാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, സവാളയുണ്ട്, നാരങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, മല്ലിയിലയുണ്ട്, കുക്കുംബറുണ്ട്, തക്കാളിയുണ്ട്. ഇത് മുളപ്പിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ്. ആവി കയറ്റി ഉപ്പിട്ട് ആവി കയറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ. ഇത് കപ്പലണ്ടി, പച്ച കപ്പലണ്ടിക്കകത്ത് ഉപ്പ് ചേർത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇത് എല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. പച്ച കപ്പലണ്ടിയാണ് കേട്ടോ, അത് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസിനകത്ത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നിലും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് കൂട്ടി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വേണ്ടവർക്ക് തൈരില്ലേ, നല്ല യോഗട്ട്, അതൊഴിച്ച് മിക്സ് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹെൽത്തിയാണ്. ഈ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഉള്ള പ്രോട്ടീൻ റിച്ചും കൂടിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഇതാക്കിയെന്നോർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. വിശപ്പ് മാറും, നമുക്ക് വിശക്കുകയും ഇല്ല. പിന്നെ ടേസ്റ്റാണ്, ഹെൽത്താണ്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. വൈറ്റമിൻ സി ആണ് നമ്മുടെ ചെറുനാരങ്ങയുടെ നീര്. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ശകലം തേന്, പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഈ ആപ്പിളില്ലേ, ആപ്പിളോ പൈനാപ്പിളോ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ശകലം തേനാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്, തേനും ഒഴിച്ചിട്ടുണ്ട്, ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഇത്തിരി വെള്ളം ഊറി വരും, അതോടുകൂടി ചേർത്ത് കഴിക്കുക. ഓക്കെ, പച്ചമുളകും ആവശ്യത്തിന് എരിവിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്.